ഞങ്ങളൊരു സ്കിറ്റ് പ്ലാൻ ചെയ്തു. ഇങ്ങനെ നിരപരാധിയാണെന്ന് ഇദ്ദേഹം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്കിറ്റ് തന്നെ ഞങ്ങൾ ആ ഒരു മോഡലാക്കി. ഋഷാരുടെയും ഞാനും ധർമ്മജനും 3 സംഘാടകരാണ്. അപ്പോൾ ദിലീപ് വരുമ്പോൾ ഞങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കണം, മിസ്റ്റർ ദിലീപ്, നിങ്ങളെക്കുറിച്ചൊരു ആരോപണം ഞങ്ങൾ ഈ അടുത്ത് കേട്ടു, അതിൻ്റെ സത്യാവസ്ഥ അറിയണം. ഞങ്ങൾ പ്ലാൻ ചെയ്തതാണേ, അല്ല എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നുമല്ല. അപ്പോൾ ദിലീപ്, ഞാൻ പറയാം, അതിനു മുമ്പ് യൂസഫിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത പേഴ്സിങ് എടുത്ത് തരാൻ പറയും. അപ്പോൾ പേഴ്സോ, എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് യൂസഫ് പേഴ്സ് അടിച്ച് മാറ്റിയില്ലേ, അതിങ്ങോട്ട് തരാൻ പറയും. അപ്പോൾ പിഷാടി എന്താണ് ആ യൂസഫിനോട് പേഴ്സും തരാൻ പറയാം. അവിടെ പിഷാടി ഞാൻ എടുത്തിട്ടില്ല, എടുത്തങ്ങോട്ട് കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് പിഷാടി എന്നെ വഴക്ക് പറയും. അപ്പോൾ ധർമ്മജനും ചൂടായി. അവിടെ പാഷാണ ഷാജി ഒരു വഴിവെക്കാനായിട്ട് പോകുന്നുണ്ട്. എന്താ വിഷയം എന്ന് പറയുമ്പോൾ ആ ദിലീപേട്ടൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് അടിച്ച് വെച്ചായിരുന്നു. പാഷാണ ഷാജി ഒരറ്റടി ചാടി എനിക്കിട്ട് അടിച്ചിട്ട് 3 ദിവസം കാണിക്കുന്നു, കൊടുക്കണോ പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആകപ്പാടെ പെട്ടി. ഞാൻ പറഞ്ഞു, മിസ്റ്റർ ദിലീപ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എപ്പോൾ എടുത്ത് പേഴ്സ്, എൻ്റെ ഈ പേഴ്സ് ഉണ്ടെങ്കിലേ തരാൻ പറ്റുള്ളൂ. യൂസഫ് എന്നോട് ചോദ്യം ചോദിച്ചില്ലേ, എനിക്കെതിരെ ആരോപണം, നിങ്ങൾക്കെതിരെ വെറുതെ ഒരു ആരോപണം ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ വരെ വിശ്വസിച്ചില്ലേ, നിങ്ങൾ തള്ളി പറഞ്ഞില്ലേ. ആ ഒരവസ്ഥയാണ് എൻ്റെ അവസ്ഥ.